നല്ലപോലെ മരിക്കുകയാണെങ്കിൽ മരണസമയം മുതൽ ബാക്കിയുള്ളവരൊക്കെ കരഞ്ഞാലും യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സ്വർഗത്തിലേക്ക് കയറിക്കോന്ന് പറഞ്ഞാണ് മലക്കുകൾ ആശീർവാദങ്ങൾ കൊണ്ടാണ് മരിക്കുന്നത്. മോശപ്പെട്ടവനാണെങ്കിൽ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോണത്, എവിടേക്കാണ് എത്തിക്കുന്നത് എന്നൊക്കെ അലമുറയിട്ട് കരയുന്ന അവസ്ഥ. ഖബർ പോയി ചോദ്യങ്ങൾക്ക് ചോദിക്കുമ്പോ ലാതിരി എന്ന് പറഞ്ഞു പോണ രംഗൊക്കെ വരാനുണ്ട്. ഞാൻ നീട്ടി അവിടെ ഒഴിഞ്ഞു പോകുന്നില്ല, അങ്ങനെ തൊട്ടു പോവാണ്. ഒരു മനുഷ്യന്റെ മരണം നന്നാവുക എന്നത് വലിയ പ്രാധാന്യം. നല്ല ചിന്തകളോടെ മരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറുപ്പക്കാരന്റെ അടുത്ത് പോകുന്ന രംഗണ്ട് ഒരു ഹദീസിൽ. അയാള് മരണാസന്നനായി കിടക്കാം. അപ്പൊ ആ മനുഷ്യന് മരണത്തിന് മുമ്പായിട്ട് ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കാണ്, നബിതങ്ങൾ ചോദിക്കണം, എന്താ പോ നിങ്ങളുടെ അവസ്ഥ എന്താണ് രോഗത്തിന്റെ? അപ്പൊ അദ്ദേഹം പറയുന്ന മറുപടി, ഞാന് വല്ലാത്തൊരവസ്ഥയിലാണ്. അള്ളാഹുവിനെ കുറിച്ച് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്, എന്നാൽ എനിക്കൊരു പേടിയുണ്ട്. അഖാഫ് ഇഖാബ, അള്ളാഹുവിന്റെ ശിക്ഷ, ഞാൻ ചെയ്തു പോയ തെറ്റുകളുടെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ രണ്ട് കാര്യം ഒരാളിലുണ്ടെങ്കിൽ നല്ലൊരു അവസരമാണ് അയാൾക്ക് സുഖം കിട്ടാൻ. അള്ളാഹു എന്തിനാ എനിക്ക് ഈ രോഗം തന്നത്, അള്ളാഹു എന്തിനാ എന്നെങ്ങനെ കഷ്ടപ്പെടുത്തിയത് എന്ന ചിന്തയില്ലാതെ ഇവിടുന്ന് മരിക്കാൻ കഴിയണം. അതേ സമയത്ത് മരിക്കുന്ന നിമിഷം വരെ എന്റെ പാപങ്ങളുടെ പേരിൽ എന്നെ വേട്ടയാടുമോ, എന്റെ പരലോകം നഷ്ടപ്പെടുമോ എന്ന ബേജാറോടെ മരിക്കാൻ കഴിയണം. പ്രിയപ്പെട്ട മക്കളെ വിളിച്ചു പറഞ്ഞു, യാ ബനി, യാ പൊന്നുമക്കളെ, ഇന്നല്ലാഹു അസ്തഫാ ലക്കുമുദ്ദീൻ. യാക്കൂബ് നബിയും ഇബ്രാഹിം നബിയും മക്കളെ വിളിച്ചു പറയാണ്, മക്കളെ, നിങ്ങൾക്ക് അല്ലാഹു ഒരു മതം തന്നിട്ടുണ്ട്, ആ മതത്തെ മുറുകെ പിടിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ബാപ്പാക്ക് ബേജാറുണ്ടായിരുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാം മരിക്കണതിന്റെ മുമ്പ് മക്കളെ വിളിച്ചു ചോദിച്ചു, മക്കളെ, ഞാൻ മരിച്ചാൽ മാ തഅബുദൂന മിൻ ബഅദി, എന്റെ കാലം കഴിഞ്ഞാ നിങ്ങൾ എന്തിനാരാധിക്കും? ഒരു ചോദ്യ. ഞാൻ മരിച്ചാലും നിങ്ങൾ എന്തിനെ ആരാധിക്കും, ആരാധിക്കും എന്ന ചോദ്യം. ഖാലു, അവര് മക്കൾ പറഞ്ഞു, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക്. പപ്പാ, നിങ്ങൾ ആരാധിച്ച, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ആരാധിച്ച അള്ളാനെയാണ് ഞങ്ങൾ ആരാധിക്കുക. അങ്ങനെ മരിക്കാൻ കഴിയുക, അങ്ങനത്തെ വാക്ക് കേട്ട് മരിക്കാൻ കഴിയുക, കലിമ ഉച്ചരിച്ച് മരിക്കാൻ കഴിയുക, നെറ്റിത്തടത്തിൽ വിയർപ്പ് കണികകളായി അധ്വാനത്തിന്റെ കണികകളുമായി മരിക്കാൻ കഴിയുക. അതുപോലെ തന്നെ നന്മയിലായി തറാവീഹ് നമസ്കരിച്ചു കൊണ്ടിരിക്കെ കുഴഞ്ഞു വീണു മരിച്ചു. ജുമുഅക്ക് പോയി തിരിച്ചു വരുമ്പോൾ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടു. ഇങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ, സുജൂദിലായി കിടക്കെ മരണപ്പെട്ടു, നോമ്പുകാരനായിരിക്കെ മരണപ്പെട്ടു. എത്ര സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. സഹോദരങ്ങളെ, നല്ല കാര്യത്തിലായി മരിക്കാൻ കഴിയുക, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ കുടുംബത്തിനെ സംരക്ഷിക്കാൻ, അതുപോലെ തന്നെ മക്കളെ സംരക്ഷിക്കാൻ, ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി പോകുന്ന വഴിയിലോ പ്രവർത്തനത്തിലോ ആയി മരിക്കാൻ കഴിഞ്ഞാൽ ഷഹീദാണെന്ന് പഠിപ്പിച്ച ഹദീസുകളുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരുടെ കടമകൾ, ബാധ്യതകൾ പൂർത്തിയാക്കിക്കൊണ്ട് മരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭർത്താവ് മരിക്കുമ്പോ ഭാര്യയോടുള്ള ബാധ്യതകളെ പൂർത്തീകരിക്കണം. ഭാര്യ മരിക്കുന്ന സമയത്ത് തന്റെ ഭർത്താവിന്റെ ഇഷ്ടവും പൊരുത്തവും കൊണ്ട് മരിക്കാൻ ശ്രമിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ 11 ഭാര്യമാർക്കിടയിൽ ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ 9 ഭാര്യമാർക്കിടയിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് ആ ഉമിനീരും നബിതങ്ങളുടെ ഉമിനീരും തമ്മിൽ ചേർന്നുകൊണ്ട് അവിടെ വെച്ച് മരിക്കുകയാണ്. ഒരു ഭാര്യയുടെ ഏറ്റവും നല്ല സ്നേഹചുംബനങ്ങൾ കൊണ്ട്, ഏറ്റവും നല്ല പരിചരണം കൊണ്ട് മരിക്കാൻ കഴിയുക. ഇവിടെ നമ്മുടെ നാട്ടിൽ പലരും വയസ്സുകാലത്ത് പരസ്പരം വഴക്കിട്ടും തമ്മിത്തല്ലിയും കൂടെ കിടക്കാതെയും മാറിക്കിടന്നുമൊക്കെയാണ് അവസാനം അങ്ങ് മരിക്കുകയാണ്. പിന്നെ മക്കളാണ് കൈകാര്യം ചെയ്യുന്നത്. പ്രിയപ്പെട്ട ഭാര്യമാരെ, ചിലപ്പോഴൊക്കെ പ്രായമായ ആളുകൾ ഒരുപാട് പരാതികളോടെ വരാറുണ്ട്. ഒന്ന് തൊടാൻ പോലും അവർ സമ്മതിക്കില്ല. ആരെ? സ്വന്തം ഭർത്താവിന്. വയസ്സായി എന്ന കാരണത്താൽ തഴയപ്പെട്ട എത്രയോ പ്രിയപ്പെട്ടവരുണ്ട് നമ്മുടെ നാട്ടിൽ. നിങ്ങൾക്ക് പഠിക്കണം. ഒരു പ്രിയപ്പെട്ട സഹോദരൻ, ഒരു വൃദ്ധനായ മനുഷ്യൻ 80 വയസ്സിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദേ, 80 വയസ്സുള്ള എന്റെ ഭർത്താവ് മരണപ്പെട്ടു. അദ്ദേഹം ജനാപത്തുകാരനായിരിക്കെയാണ് മരണപ്പെട്ടത്. കുളിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? നോക്കൂ നിങ്ങൾ, 80 വയസ്സുകാരൻ തന്റെ ഭാര്യയോടുള്ള, തന്റെ റൂമിലുള്ള തന്റെ
കൃത്യമായ ഇസ്ലാം നിശ്ചയിച്ച ആ ഒരു കാര്യത്തിൽ ആ മനുഷ്യൻ എത്ര ശ്രദ്ധിച്ചിരുന്നു, തന്റെ ഭാര്യ എത്ര ശ്രദ്ധിച്ചിരുന്നു. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ബാധ്യതകൾ വിസ്മരിച്ചു പോകുന്നുണ്ടോ? ആക്സിഡന്റ് ഒരു റമദാൻ മാസത്തിൽ റിയാദിലേക്ക് നമ്മുടെ ഒരു സഹോദരൻ കുടുംബം യാത്ര പോയി തിരിച്ചു വരുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഒരു കാറിൽ ഇരുന്നു കൊണ്ട് ഇഫ്താർ നോമ്പ് തുറക്കുക. നോമ്പ് തുറന്നത് ഇവർക്ക് ഓർമ്മയുണ്ട്, പിന്നെ ഇവർക്ക് ഒന്നും ഓർമ്മയില്ല. വാഹനം ആ റിയാദിന്റെ റോഡിൽ കടന്ന് തിരിഞ്ഞ് ഉള്ളിലുണ്ടായിരുന്ന 2 മക്കൾ പുറത്തേക്ക് തെറിച്ച് ഒരു വലിയ സംഭവം അവിടെ കടന്നുപോയി. ഭർത്താവിന്റെ ശരീരത്തിൽ ആകമാസം നല്ല പരിക്കുകളുണ്ട്, മുറിവുകളുണ്ട്. ഭാര്യന്റെ ശരീരത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാഴ്ചയിൽ വലിയ കുഴപ്പമൊന്നും കാണാനില്ല. ഭാര്യ മരിച്ചു, തലക്കായിരുന്നു ഇഞ്ചുറി. കുട്ടികൾ 2 ആളും 2 സൈഡിലേക്ക് എവിടെയോ തെറിച്ചു വീണു. ആരൊക്കെയോ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി, കുട്ടികൾ രക്ഷപ്പെട്ടു. ആ പ്രിയപ്പെട്ട ഭാര്യയെ മദീനയിൽ മറവ് ചെയ്ത് ആ മനുഷ്യൻ മാനസികാവസ്ഥ തെറ്റി നാട്ടിലെത്തിയിരിക്കുന്ന എന്റെ മുമ്പിൽ വന്ന് എന്നോട് ചോദിക്കുകയാണ്. അവളുടെ വിളിക്കുന്നൊരു വിളിപ്പേരുണ്ട്, ഒരു ഓമന പേരുണ്ട്. ആ പേര് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഉസ്താദ് എനിക്കവളെ പരലോകത്ത് കിട്ടുമോ, എനിക്കവളെ സ്വർഗത്തിൽ കിട്ടുമോ? ഞാൻ ക്ഷമിക്കാം. അത് ജീവിതകാലത്ത് ഉണ്ടാക്കുന്നൊരു സ്വഭാവം കൊണ്ടുണ്ടാകുന്നൊരു നേട്ടം. എത്ര ആരൊക്കെ ജീവിതത്തിൽ കടന്നു വന്നാലും മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ അലി റളിയല്ലാഹു തങ്ങൾക്ക് എന്തൊരു വലിയ ദാമ്പത്യമാണ് കൊടുത്തത്. ഖദീജ റളിയല്ലാഹു അൻഹ മറ്റു ഭാര്യമാരൊക്കെ ഉണ്ടായിരിക്കെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മദ്ഹ് പറയാത്ത ദിവസങ്ങൾ മരിച്ചതിന് ശേഷം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലുണ്ട്. നമ്മളോട് പറയാണ്, നീ എപ്പോഴും എല്ലാ സുഖങ്ങളും മുറിച്ചു മാറ്റുന്ന മരണത്തെക്കുറിച്ച് നന്നായി ധാരാളമായി ആലോചിച്ചോ. ഒരു പെണ്ണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് വന്ന് പറയാണ്, ബീവി, എനിക്ക് എന്ത് കണ്ടാലും, പാവങ്ങളെ കണ്ടാലും, മരണം കണ്ടാലും, രോഗിനെ കണ്ടാലും എന്റെ മനസ്സിൽ അലിവ് തോന്നുന്നില്ല, സൗമ്യത തോന്നുന്നില്ല. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, അക്സിരി ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നീ എല്ലാ സുഖങ്ങളും ത്യജിക്കുന്ന മരണത്തെ കുറിച്ചൊന്ന് നന്നായി ആലോചിച്ച് നോക്ക്. തരിക്കു കൽബക, നിന്റെ കൽബ് അതോടുകൂടെ ലോലമായി വരും, പദം പിടിക്കും, മയം വരും. ഈ ചിന്തയില്ലാത്ത ഭർത്താവ് ദിവസവും വീട്ടിൽ പ്രശ്നക്കാരനായി മാറും. ഈ ചിന്തയില്ലാത്ത അമ്മായിമ്മ മരുമകളെ ഇട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കും. അവസാനം ഒരു തുള്ളി വെള്ളം തരാൻ അമ്മായിമ്മക്ക് ഈ മരുളെ ഉണ്ടാവുള്ളൂ. അതൊന്നും ആ തള്ളക്ക് ഓർമ്മ ഉണ്ടാവില്ല. പ്രിയപ്പെട്ട ഭാര്യ അല്ലേ, ഈ ഒരു ഞാൻ മരിക്കുമെന്ന ചിന്ത കടന്നു വരാത്തൊരു ഭാര്യയാണെങ്കിൽ ഈ ക്ലാസ്സിൽ നേരം പോലെ വരാൻ കഴിയില്ല. ഒരു ഭർത്താവിന്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കൂല, സ്നേഹത്തിന്റെ പെരുമാറ്റങ്ങൾ അവരിലൂടെ വരൂല. അതുകൊണ്ടാണ് മരണചിന്ത കടന്നു വന്നാൽ 3 നേട്ടങ്ങൾ നേടുമെന്ന് ഇമാം ദക്കാഖ് റഹിമഹുള്ള പറയാണ്. തഅജീല തൗബ, പെട്ടെന്ന് മനുഷ്യന്മാര് തൗബ ചെയ്യും. വനശാത്തുൽ ഇബാദ, കർമ്മങ്ങളിൽ ഉത്സാഹം ഉണ്ടാകും. വഖനാഅത്തുൽ ഖൽബി, ഖൽബിൽ എന്ത് കിട്ടിയാലും തൃപ്തിയായിരിക്കും, ഒന്നും കിട്ടിയില്ലെങ്കിലും തൃപ്തി. ഇവിടെ എത്ര കൊണ്ടുപോയി നമ്മൾ മറിച്ചിട്ട് കൊടുത്താലും ഒരു തൃപ്തി അങ്ങോട്ട് വരില്ല. എത്ര ഡ്രസ്സ് എടുത്താലും അത് നന്നായി എന്നൊരു വാക്ക് പറയില്ല. എന്തൊക്കെ സൗകര്യം വീട്ടിൽ ചെയ്താലും ഇത് നന്നായി, ഇനിയൊന്നും വേണ്ട എന്ന് പറയില്ല. എന്താ കാരണം? ഞാൻ ഇവിടുന്ന് പോകാനുള്ളവനാണെന്നുള്ള ചിന്ത നഷ്ടപ്പെടും. മാത്രമല്ല, നമ്മളല്ലേ പുതിയ കാലഘട്ടത്തില് ആ മരണത്തിന്റെ ചിന്തകൾ മറക്കുന്നതോടെ സംഭവിക്കുന്ന ആഘോഷ ത്വരകൾ, അടിപൊളികൾ, അല്ലെ, വയലൻസുകൾ. പുതിയ സിനിമന്റെ തലക്കെട്ടുകൾ എന്താണെന്നറിയോ? വയലൻസിന്റെ നരകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വയലൻസ് ആണ് സിനിമന്റെ കഥാപാത്രം, അടിയാണ്, തല്ലുമാലകളാണ് നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോൾ, ഇതാ എങ്ങനെ തല്ലുണ്ടാക്കേണ്ടതെന്ന് കണ്ടോളി എന്ന് പറഞ്ഞ് നല്ല സീൻ ഇങ്ങനെ ഇട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ പ്രേമിക്കാം, എങ്ങനെ ഒളിച്ചോടാം, എങ്ങനെ വാപ്പാനെ പറ്റിക്കാം, എങ്ങനെ ഉമ്മാനെ പറ്റിക്കാം, അല്ലെ, എല്ലാ നിലക്കും നമ്മുടെ നാട്ടിൽ ഇന്ന് റീൽസുകളിലൂടെ നമ്മുടെ കുട്ടികളെ തലക്കിട്ട. ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ച റമദാന്റെ ഇടയിലാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിനെ കാണാതെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, രക്ഷിതാക്കളെ, നമ്മൾ ഏത് കാലത്താ ജീവിക്കുന്നത് വായിക്ക്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിനെ കാണാല്ലാതെ. തെരഞ്ഞു പിടിച്ച് അവസാനം തെരഞ്ഞത് കുട്ടിനെ ഫോൺ തെരഞ്ഞിട്ട് കുട്ടി എവിടെ പോയി? സ്കൂളിലേക്കാന്നാ പറഞ്ഞ പോയത്. കണ്ണൂർ ജില്ലയിൽ സ്കൂളിലെത്തിയിട്ടില്ല.
ഫോൺ എടുത്തിട്ട് നോക്കിയപ്പോൾ ടീച്ചർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്കിന്ന് പനിയും തലവേദനയാണ്, ഞാൻ ഇന്ന് ലീവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ കുട്ടി സ്കൂൾക്ക് പോയിട്ടുണ്ട്. എവിടെയെന്നുള്ളത് ഒരു തുമ്പും കിട്ടണില്ല. തെരഞ്ഞു പിടിച്ച് അന്വേഷിച്ചപ്പോ ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്തപ്പോ 16 വയസ്സുള്ള തിരുവനന്തപുരത്തുള്ള ചെക്കനുമായുള്ള ചാറ്റിങ്ങിലാണ് ഈ കൂടിക്കാഴ്ച. കണ്ണൂരിന്ന് തിരുവനന്തപുരത്തുള്ള ചെറുക്കനുമായിട്ട് കണക്ഷൻ എങ്ങനെ കിട്ടിയത്? നമ്മുടെ വീട്ടിലെ ഫോൺ, ഉമ്മാന്റെ ഫോണാണ്. ഇൻസ്റ്റഗ്രാമിൽ മക്കൾ കയറി കളിച്ച് കണക്ഷൻ. 6 മാസമായി ഫുള്ള് ചാറ്റിങ്ങും സംസാരം. 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി. നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നത് ഇതൊന്നും ഞങ്ങളെ വീട്ടിലല്ല, ഇതൊന്നും മണ്ണാർക്കാടില്ല, അതൊക്കെ ഞങ്ങൾ പാലക്കാട് ജില്ലയിലില്ല എന്നൊക്കെ നമ്മളിങ്ങനെ തള്ളി വിടുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് പ്രതീക്ഷിക്കണം. അതിന്റെ ലാസ്റ്റ് ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. എവിടുന്നാണ് തിരുവനന്തപുരത്തുകാരന് ഇവിടുത്തുള്ള പൈസ ഓന്റെ വീട്ടിൽ വളർത്തിയ മുയലിനെ വിറ്റിട്ടാണ് ഓൻ വരുന്നത്. അതിനുകൂടി കായ് ഉണ്ടാക്കിയിട്ടാണ് വരുന്നത് എന്നർത്ഥം. എന്റെ പ്രിയപ്പെട്ടവരെ, എവിടേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതിന്റെ ഞാൻ പ്രധാനമായും പറയാം. നമ്മുടെ മക്കളെ മരിക്കുമെന്ന ചിന്തയും ഞാൻ നന്നായില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലെ. താനൂരിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പലരും പറഞ്ഞു, നേരം പോലെ ഞങ്ങൾക്ക് മോഡേണായി മുടി വെട്ടാൻ പറ്റണില്ല, മോഡേണായ ഡ്രസ്സ് ഇടാൻ പറ്റണില്ല. അത് തോന്നിവാസികളായി നടക്കാൻ ഉമ്മയും വാപ്പിയും വീട്ടിൽ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ തോന്നിയടത്തേക്ക് പോവുകയാണ്. നമ്മുടെ വീട്ടിൽ കൊലയാളികളും ലഹരിക്കാരും വിലസുന്നുണ്ടോ എന്ന് പരിശോധിക്കണം നമ്മൾ. ഈ സദസ്സിൽ നമ്മൾ എത്ര മക്കൾ വന്നു, ഒക്കെ പുറക്കെ പ്രായമുള്ള ആൾക്കാർ ഇതിൽ കാണുന്നത്. നമ്മളെ മക്കളെവിടെ? +2കാരൊന്നും സദസ്സിലില്ല, 9ാം ക്ലാസ്സിൽ സദസ്സിലില്ല, ഡിഗ്രിക്കാർ തീരല്ല. അവർക്ക് കിട്ടുന്നത് മുഴുവൻ വേണ്ടാത്ത മെസ്സേജുകളാണ്. നല്ലതെന്തെങ്കിലും ഒന്ന് കേൾക്കാനുള്ള ഒരു സാധ്യത നമ്മൾ ഇട്ടു കൊടുക്കണില്ല. നശിക്കാനുള്ള എല്ലാതും വീട്ടിൽ തുറന്നിട്ട് കൊടുത്തു. ഫോണ്, ഇൻസ്റ്റഗ്രാം, സൗകര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. നന്നാകാൻ വേണ്ടി ഇവിടെ പലതും കേരള സ്റ്റുഡൻസ് കോൺഫറൻസ്, പീസ് റേഡിയോ, ജമീൽ ആപ്പ്, CRE കൊടുക്കുന്നുണ്ട്. അതിക്ക് ആള് വരുന്നില്ല. ഇതിന്റെ ദുരന്തങ്ങൾ എവിടെ ഉണ്ടാവുമെന്നറിയോ? വീട്ടിൽ ദുരന്ത മരണങ്ങളിലെ 5 പേരെ തലക്കടിച്ചു കൊന്ന മരണം നമ്മളെ തലക്കാണ് അടി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. നമ്മളെ തലക്ക് കിട്ടിയ അടിയാണ് അതൊക്കെ. ഈ സമൂഹത്തിലല്ലേ ഇതൊക്കെ നടക്കുന്നത്. 10ാം ക്ലാസ്സുകാർ സെൻഡ് ഓഫ് നടത്തുമ്പോൾ പണ്ടൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് സെൻഡ് ഓഫിന്റെ അന്ന് ആകെ കരച്ചിൽ അടങ്ങറിയിക്കും. ഈ സാധുക്കൾ ഞാൻ എന്നാ കാണുക, എവിടുന്ന് ഞാൻ കാണാന്ന് വിചാരിച്ചു. ഇപ്പൊ അന്നും തല്ലാൻ പറ്റുമോ നോക്കണത്. തല്ലി കൊല്ലാൻ പ്ലാൻ ഇടുകയാണ്. അതിന് പറ്റുന്ന നെഞ്ചൊക്കെ കൊണ്ട് നടക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെയാണ് ഒരു ഖൗമ് മരണത്തിന്റെ ചിന്തകൾ മറന്നുപോയാൽ അവരിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾക്ക് സാധ്യത. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കണേ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, നാളേക്ക് വേണ്ടി എന്ത് ഒരുക്കി വെച്ചു എന്ന് ഓരോരുത്തരും ആലോചിക്കണം, അല്ലാഹനെ സൂക്ഷിക്കണം. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസിബു, നിങ്ങളെ നാളെ പരലോകത്ത് വിചാരണക്ക് വെക്കണതിന് മുമ്പ് ദുനിയാവിനൊന്ന് വിചാരണ ചെയ്തു നോക്കി. എന്റെ നിസ്കാരം ശരിക്കണോ? എന്റെ നോമ്പ് കറക്റ്റായി പോകുന്നുണ്ടോ? എന്റെ സക്കാത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടോ? ഹജ്ജിന് പൈസ ഉണ്ടായിട്ട് ഞാൻ പോകാതെ മടിച്ചു നിൽക്കുന്നുണ്ടോ? സ്വന്തം വിചാരണക്ക് വെച്ചോ. നാളത്തെ എന്റെ കണക്ക് പരിശോധിക്കുമ്പോ എന്റെ അടുത്ത് എന്ത് സൽക്കർമ്മങ്ങൾ ഉണ്ടെന്ന് പരിശോധിച്ചോ. ലിയൗമി മആദികും മഅറദികും അലാ റബ്ബിക്കും, റബ്ബിന്റെ മുമ്പിൽ കൊണ്ടുപോയി കാണിക്കാൻ നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് പരിശോധിച്ചോ. വളരെ നോക്കുക. നമ്മൾ മരിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞ് കഴിഞ്ഞു എല്ലാതും. യസീദുർ റക്കാശ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. സ്വന്തത്തിനോട് പറയണം, യസീദേ നീ മരിച്ച എന്താ നിന്റെ കഥ? ആര് പിന്നെ നിസ്കരിക്കും? നിസ്കരിക്കാനുള്ള ചാൻസ് കഴിഞ്ഞില്ലേ? ആര് പിന്നെ നോമ്പോൽക്കും? അന്റെ നോമ്പോൽക്കാനുള്ള ചാൻസ് കഴിഞ്ഞില്ലേ? പിന്നങ്ങനെ പക വെച്ച് മിണ്ടാതെ സലാം പറയാതെ ചിരിക്കാതെ നടന്ന നമ്മള് ഇനി എവിടെ പോയിട്ട് അതൊക്കെ തീർക്കുക? എവിടെ പോയിട്ട് തീർക്കുക? ഭാര്യ പിണങ്ങി നടന്നു ഭർത്താവിനോട്, 3 ദിവസം ഉണ്ടാതെ നടന്നു, ഒരുമിച്ച് റൂമിൽ കടന്നു, എല്ലാം റാഹത്തായി ഇങ്ങനെ പോകുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വെള്ളം വെച്ചു കൊടുക്കുന്നുണ്ട്, ഉപരി കുളിക്കുന്നുണ്ടൊക്കെ കഴിഞ്ഞിട്ട് മിണ്ടൂല, സംസാരിക്കൂല, ഒരു കണക്ഷനും ഇല്ല. 3ാമത്തെ ദിവസം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് ഭർത്താവ് മരിച്ചു. ഇനി എവിടുന്ന പൊരുത്തപ്പെടിക്കുക? ഇനി എങ്ങനെ മിണ്ടുക? ഇനി എങ്ങനെ മാപ്പി ചോദിക്കുക? വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്ന ഓരോ സമയം നമ്മൾ ചിന്തിക്കുക, തിരിച്ചെങ്ങനെ മൂപ്പര് വരികയെന്നറിയില്ല. മക്കളെ സ്കൂൾക്ക് പറഞ്ഞയക്കുമ്പോ നല്ല പോലെ സന്തോഷിച്ച് പറഞ്ഞേക്കാം, നല്ല അടി അടിച്ചിട്ട് എയറിലാക്കിയിട്ട് വിടരുത്, നല്ല വൃത്തിയിൽ പറഞ്ഞേക്കാം. മാപ്പിള ജോലിക്ക് പോകുന്നുണ്ടോ, ഭാര്യ ജോലിക്ക് പോകുന്നുണ്ടോ, ആര് പോകുന്നുണ്ടോ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ, സന്തോഷത്തോടെ പറഞ്ഞേക്കാം. തവക്കുലിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോയി. തിരിച്ചു വരവ് എങ്ങനെയാന്ന് പറയാൻ പറ്റൂല.
ഇനി മരിച്ചു എന്ന വാർത്ത കേട്ടാൽ അല്ലേ, മണ്ണാർക്കാട് ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു ഹാളിനകത്തിരിക്കുന്ന നമ്മൾ ആരെങ്കിലും ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് വേഗം ആശുപത്രിയിലെത്തി, പട്ടാമ്പിയിൽ കിടക്കുന്ന എന്നെ ചൂണ്ടിക്കാണിച്ച് പറയും ഇതാ സുബൈർ മൗലവി ആശുപത്രിയിലാണ് എന്നൊരു മെസ്സേജ് വരും. പിന്നെ കുറച്ചു കഴിഞ്ഞാൽ മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ മയ്യത്ത് ഇത്ര മണിക്ക് പട്ടാമ്പി എത്തും, മയ്യത്ത് ഇത്ര മണിക്ക് പെരിന്തൽമണ്ണ എത്തും, പിന്നെ സുബൈർ എന്നുള്ളത് ഒഴിവായി. പിന്നെ നമ്മളീ പറയുന്ന പേരൊക്കെ മാറ്റി വെച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ പ്രിയപ്പെട്ട മക്കള് പോലും പൊന്നുപ്പ എന്ന വിളിയും മക്കൾ മാറ്റുമേ, ഉടൻ മയ്യത്ത് എന്ന പേരു മാത്രമാകുമേ. ആ മയ്യത്തിനെ കൊണ്ടുവച്ചാല് എന്റെ ഉമ്മച്ചി എവിടെയെന്നൊന്നും ചോദിക്കൂല, മയ്യത്ത് കുളിപ്പിക്കാനായോ എന്ന് മക്കള് ചോദിക്കും. മക്കളെ, നമ്മളെ പ്രിയപ്പെട്ട കുട്ടികൾ വിളിക്കും, മയ്യത്ത് കൊണ്ടുപോകാനായോ, മയ്യത്ത് കുളിപ്പിക്കാനായോ, ആരാ മയ്യത്ത് നിസ്കരിക്കുക, ഇതൊക്കെ അടുത്ത ചർച്ച. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ ഖബറിനെ കുറിച്ച് ചിന്തിക്കണം. നമ്മളെ കൊണ്ടുപോയി വെക്കണ ഖബറിൽ നമ്മൾ ഒറ്റക്ക, കുടുംബക്കാർ തിരിച്ചു പോരും, 3 പിടി മണ്ണ് വാരിയിട്ട് ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പ്രാസ്ഥാനികർ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഇപ്പൊ ഒന്ന് മയ്യിത്ത് നിസ്കരിക്കാനൊന്നും ആള് വരുന്നില്ല. എന്തേ? എല്ലാരും കാണാൻ പോവുക. ഞാനും വന്നിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. ഇത് കാഴ്ച വസ്തുവല്ല, കാണലല്ല. അവിടെ കാണാനാ തിരക്ക്. അവിടെ പോയി നിസ്കരിക്കണം. ആ സമയം നോക്കി അവിടെ എത്താൻ പറ്റുമോ നോക്കണം. 40 മനുഷ്യ തൗഹീദുള്ള മനുഷ്യർ നമസ്കരിച്ച് ശഫാഅത്ത് നടത്തിയാൽ ആ ശുപാർശ സ്വീകരിക്കപ്പെടുന്നു പറഞ്ഞു. അങ്ങനത്തെ കുറച്ച് ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ അവരുമായിട്ട് ബന്ധം ഉണ്ടാവണം. ഈ മയ്യത്തിനെ ഖബറിൽ ഇറക്കി വെച്ച് നബി തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖബർസ്ഥാനിലേക്ക് കയറി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്. ഖബറാളികൾ കേൾക്കാൻ വേണ്ടിയിട്ടല്ല, ബാക്കിലുള്ളവർ കേൾക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഖബറാളികളെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ സമ്പത്ത് ഓഹരി വെച്ചു, അനന്തരാവകാശ സ്വത്തൊക്കെ വീതിച്ചു കഴിഞ്ഞു, കുറെ കാലം പൈസ ഉണ്ടാക്കി നടന്നില്ലേ, ആ പൈസ മൊത്തം നിനക്ക് ഇഷ്ടമില്ലാത്തോല് വരെ കൊണ്ടുപോയി. അനന്തരാവകാശിയാണെങ്കിൽ അവന് ഇഷ്ടമുണ്ടോ ഇല്ലയോ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, കൊടുക്കന്നെ പാകുള്ളൂ. നിന്റെ ഭാര്യ മറ്റൊരാളുടെ മണിയറയിൽ പങ്കാളിയായിട്ടുണ്ട്, ഓളെ വേറെ ആള് കല്യാണം കഴിച്ചുകൊണ്ടോ ഈ ആവശ്യം കഴിഞ്ഞപ്പോ. നിങ്ങൾ നിർത്തിക്കാൻ പറ്റൂലല്ലോ, അവൾക്കൊരു ജീവിതം വേണ്ടേ. കൊണ്ടുപോയിട്ടുണ്ട്. പ്രിയപ്പെട്ട ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ സ്ഥാനത്ത് മണിയറയിൽ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അവരും കുഴപ്പമില്ലാതെ സുഖമായി ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉപ്പമാരെ, നിങ്ങളുടെ മക്കൾ മറ്റുള്ളവരുടെ സ്നേഹത്തിന്റെ കീഴിൽ, എളാപ്പാന്റെയും മൂത്താപ്പാന്റെ ഒക്കെ സ്നേഹത്തിന്റെ കീഴിൽ അവർ സുഖമായി ജീവിച്ചു പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഖബറിന്റെ ഉള്ളിൽ നിന്ന് വന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയും തസവ്വദു വത്തഖ്വ. എല്ലാ മനുഷ്യന്മാരും തഖ്വ ഉണ്ടാക്കിക്കോൾട്ടോ. കുറെ പൈസ ഉണ്ടാക്കിയിട്ടും കുട്ടികളെ നോക്കിയിട്ടും കുടുംബം നോക്കിയിട്ടൊന്നും കാര്യമില്ല, അവനെന്റെ ഖബർക്ക് തഖ്വ കൊണ്ടേ കാര്യമുള്ളൂട്ടോ എന്ന് നിങ്ങൾ പറയുമായിരുന്നു. പറയാൻ ചാൻസ് ഇല്ല, ബാക്കിയുള്ളവർക്കുള്ള നസീഹത്താണ്. അതുകൊണ്ട് നമ്മുടെ ഖബർ മനോഹരമാകണം. എങ്ങനെയാവണം? സ്വർഗത്തിന്റെ കാഴ്ചകൾ, രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ കാഴ്ചകൾ കാണിക്കുന്ന ഒരു ഖബർ നമ്മളെ ഖബർസ്ഥാൻ ഉണ്ടാവും. അള്ളാഹു പ്രത്യേകമായി ഇഷ്ടപ്പെട്ട പേര് വിളിക്കുന്ന ഒരു മയ്യത്ത്, സ്വർഗത്തിലെ കഫൻ പുടവ കൊണ്ടുവന്ന് പൊതിയുന്ന ഒരു മയ്യത്ത്, അതേപോലെ തന്നെ അള്ളാഹു 100 പ്രകാശം ഇട്ടുകൊടുക്കുന്ന ഖബർ. എന്താ വേണ്ടത്? അത്രക്ക് മഹത്തരമായ നന്മ കൊണ്ട് ഈ ദുനിയാവിൽ ഈ മണ്ണിന്റെ മോളിൽ നിന്ന് പോകുമ്പോ സൽക്കർമ്മങ്ങളുടെ ഭാണ്ഡങ്ങളുമായിട്ട് പോകാൻ കഴിയണം നമുക്ക്. ആ ഖബർ നമ്മളെ കരയിപ്പിക്കണം, ചിന്തിപ്പിക്കണം. സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബർ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത, അതൊക്കെ മരണം ഒന്ന് നന്നായി ഓർക്കാനാണ്. തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങളുടെ മരണവും പരലോകവും ചിന്തിപ്പിക്കാനാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എത്ര വലിയ ധീരനായ നേതാവാണ്. ദുന്നൂറൈൻ എന്ന വിശേഷണത്തിന് 2 മക്കളെ നബിന്റെ മക്കളെ കല്യാണം കഴിച്ചയാളാ. റൂമാക്കുന്നത് ദാനം ചെയ്ത മനുഷ്യനാ. സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിലുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടപ്പോ കരയാൻ തുടങ്ങി. എന്തിനാ തങ്ങളെ കരയുന്നത്? ഇന്നൽ ഖബ്റ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബറേ സാധാരണ മണ്ണല്ല ട്ടോ, അത് ആ മണ്ണ് പരലോകത്തേക്കുള്ള ഖബർ എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള ഒന്നാമത്തെ നമ്മുടെ മണിയറയാണ്, നമ്മുടെ വീടാണ്. അവിടെ കുടിയിരിക്കൽ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ തിരിച്ചു പോന്നാല് അവിടെ ചോദ്യങ്ങളും സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളെ കല്യാണത്തിന് മണിയറിനെ പറ്റി ചിന്തിച്ചു നോക്കി. എല്ലാവരും ഇങ്ങനെ ചിന്തിക്കും, മണിയറ, പുതിയാപ്പള, പുതിയ അല്ലേ, നല്ല കുളിപ്പിക്കൽ നടക്കുന്നു, ഡ്രസ്സ് മാറ്റി കൊടുക്കൽ നടക്കുന്നു, ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. മയ്യത്ത് മരിക്കുമ്പോഴേ എന്നിട്ട് ഒരു മണിയറ കൂടുതലുണ്ടാവും, ഒരു ആഘോഷമൊക്കെ ഉണ്ടാവും. അതേപോലെ അതിൻ്റെ ഉള്ളിൽ ഒരു പുതിയ സെറ്റപ്പ് ഒക്കെ ഇങ്ങനെ വന്ന് തുടങ്ങും.
ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ മതി. അപ്പൊ നമ്മളെ എങ്ങനെ പഠിപ്പിക്കുകയാണ്, ആ ഖബറ് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കണ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് പറയാണ്, ഖബർ ഒന്നാമത്തെ നമ്മുടെ വീടാണ്. അവിടെ രക്ഷപ്പെട്ടാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, അവിടെ ശിക്ഷിക്കപ്പെട്ടാൽ നരകം വരെ ശിക്ഷ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസയും എടുത്തുകൊണ്ട് ഖബർസ്ഥാനിലേക്ക് കയറിപ്പോയി. അപ്പൊ അവിടെ പണി കഴിഞ്ഞിട്ടില്ല ഖബറിന്റെ. അപ്പൊ നേരെ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, ആ ജനാസ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നബി അവിടെ ഇരുന്നിട്ട് ഫബക്കാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു. വദറഫത ഐനാ, കണ്ണിങ്ങനെ കൺതടങ്ങളിലൂടെ അങ്ങനെ കണ്ണീരിങ്ങനെ പൊഴിഞ്ഞു. ഹത്താ ബല്ല സറ, നബി തങ്ങളുടെ താടി രോമങ്ങളിലൂടെ ഉതിർന്നു വീണ കണ്ണീര് മണ്ണിൽ ചാടിയിട്ട് മണ്ണ് നനഞ്ഞു കരഞ്ഞിട്ട്. നമ്മളെ നാട്ടിലെ ഖബറിന്റെ അടുത്ത് ആന, അമ്പാരി, ഡാൻസ്, ഗാനമേള, വാദ്യമേളം, ആന പാപ്പാനെ കുത്തിക്കൊന്നു, ആനപ്പുറത്തുനിന്ന് ആൾക്കാർ ചാടിയിട്ട് കാല് പൊട്ടി, കാല് കമ്പിമ്മ കയറി, എന്തൊക്കെ വാർത്തകൾ. അതൊക്കെ ഖബറിന് നടക്കേണ്ട കാര്യ. നമ്മുടെ മുൻഗാമികളൊക്കെ ഖബർ കണ്ടു നിന്ന് കരയാണ്. നമ്മുടെ നാട്ടിൽ ഖബർ ആഘോഷ സ്ഥലമാക്കി മാറ്റി. മരിക്കണതിന്റെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ ഖബറിനെ നിങ്ങൾ ഒരു ആഘോഷ കേന്ദ്രമാക്കി മാറ്റരുത് കേട്ടോ. പാടില്ലാത്ത സാധന. ഖബർ പൈസ ഉണ്ടാക്കാനുള്ള സാധനമല്ല, ഖബർ വരുമാനം ഉണ്ടാക്കാനുള്ളതല്ല, ഖബർ ചിന്തിപ്പിക്കാനുള്ളത്. ഞാൻ ഈ മണ്ണിലേക്ക് ഇറക്കി വെക്കും, എത്ര കാലം അവിടെ കിടക്കേണ്ടി വരും. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരേക്കും ബർസഖിന്റെ ലോകത്താണ് അവന് സങ്കേതമുള്ളത്. എന്നാണോ ഖിയാമത്ത് നാൾ നടക്കുന്നത് അത്രയും കാലം ഖബർ കിടക്കും. ആദം നബി അലൈഹി സ്വലാം മരണപ്പെട്ട് എത്ര കൊല്ലം കഴിഞ്ഞു, ഇപ്പോഴും ഖബറിൽ തന്നെയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം വഫാത്ത് കഴിഞ്ഞിട്ട് 5000-ന്റെയും 6000-ന്റെയും ഇടയിൽ കൊല്ലങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഖബറിലാണ്. ഷറഫാക്കപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ ആയിഷ ബീവിന്റെ ആ വീട്ടിൽ അവിടെ തന്നെ അങ്ങ് മറവ് ചെയ്യാണല്ലോ ചെയ്തത്. 1400 കൊല്ലം കഴിഞ്ഞിട്ടോ ഖബറിലാണ്. നമ്മളെ വെല്ലിപ്പാരൊക്കെ മരിച്ചെത്ര കൊല്ലങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴും തീരുമാനമായിട്ടില്ല. എത്ര വർഷങ്ങൾ, ആ വർഷം മുഴുവൻ ഒരാൾ പാപിയാണെങ്കിൽ നരകത്തിന്റെ ശിക്ഷ രാവിലെയും വൈകുന്നേരവും ശിക്ഷകൾ കാണിച്ചു കൊടുക്കും. നരകത്തിൽ കാണാനുള്ള അനുഭവങ്ങൾ, ഇതാണ് നരകമെന്ന് തുറന്നിട്ട് കാണിച്ചു കൊടുക്കും. ഖബറിനകത്ത് ഇരുട്ട്, വിഷജന്തുക്കളുടെ ഉപദ്രവങ്ങൾ, അതുപോലെ മലക്കുകൾ ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് അടിക്കുന്ന കഠിനമായ ശിക്ഷ. ഈ ശിക്ഷ ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കണതിന്റെ മുമ്പ് നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ പ്രാർത്ഥന പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യായ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഖബറിന്റെ അദാബെന്ന് കാവൽ ചോദിച്ചു. പിന്നെ എന്തിനാ പ്രാർത്ഥിച്ചത്? ശിക്ഷ അല്ലെങ്കിൽ ശിക്ഷയുണ്ട്, ശരീരത്തിനുണ്ട്, ആത്മാവിനും. സഹോദരങ്ങളെ, അവസാനിക്കുന്നില്ല. ഖബറിനകത്തും തീരുമാനമായിരുന്നുവെങ്കിൽ, ഖബറോടുകൂടി അങ്ങോട്ട് തീരുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടിരുന്നു. അവസാനിക്കില്ല. ഒരു ദിവസം വരാനുണ്ട്. വനുഫിഖ ഫിസ്സൂർ ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. നമ്മളെ യാസീന്റെ അർത്ഥമെങ്കിലും പഠിച്ചുണ്ടല്ലോ, ഇതിനുണ്ട് അത്യാവശ്യം കാര്യങ്ങൾ. ആ യാസീൻ സൂറത്തിൽ പറയുന്നുണ്ട്, ഇത് മരിച്ച ഓതണ്ട സൂറത്താണെന്നല്ല പറഞ്ഞിരിക്കണത്. ലിയുൻദിറ മൻ കാന ഹയ്യ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. അർത്ഥം വായിച്ചൊക്കെ വീട്ടിൽ പോയിട്ട് തഫ്സീർ എടുത്തു നോക്ക്. ലിയുൻദിറ മൻ കാന ഹയ്യ, ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതായ ഗ്രന്ഥമാണ്. എന്നിട്ട് മരിച്ചോടത്ത് പോയിട്ട് ഓതി കൊടുക്കുക. ആളുകളുടെ ധാരണ മരിക്കോളം തോന്നിയാസായിട്ട് ഇങ്ങനെ നടക്കുക. മരിച്ചാ കുറച്ച് ചടങ്ങ്, ഒരു പന്തലൊക്കെ ഇട്ട് ഒരു 3, ഒരു 7, ഒരു 14, ഒരു ബിരിയാണിയും ഒരു പോത്തിറച്ചി കണ്ട് കൊടുത്താല് ഒക്കെ രക്ഷപ്പെടും എന്നുള്ള ധാരണയിൽ നടക്കുകയാണ്. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരത്ത് വീട്ടിലെ ചർച്ച 3-ന്റെ അന്ന് ഏത് പോത്തിനെ കിട്ടുന്ന ചിന്തിക്കുന്നത്. നമ്മളിവിടെ നമ്മളെ ഖബറിന്റെ ലോകത്ത് അവിടെ ആ കുട്ടികൾ യതീമായി കിടക്കുകയാണ്, അവിടെ ഒരു വിധവ ഇരിക്കുകയാണ്. ഇവൻ ചിന്തിക്കുന്നത് അവിടെ 7-ന്റെ അന്ന് ഞാരൊക്കെ വിളിക്കണം, എന്നിട്ട് ലിസ്റ്റ് ഉണ്ടാക്കണം, കല്യാണത്തിന് വിളിക്കണ മാതിരി ലിസ്റ്റ് വീട്ടിൽ പോയിട്ട് കല്യാണ കത്ത് കൊടുക്കണ മാതിരി വിളിക്കുക. ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ മരണം വരെ ആൾക്കാർ ലോൺ എടുത്തിട്ടാണ് നടത്തുന്നത്. മരണകാലന്തര കർമ്മങ്ങൾ നടത്താൻ വേണ്ടി പൈസ ഇല്ലാഞ്ഞിട്ട്, പോത്തിന് മേടിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ലോൺ എടുത്ത് നടത്തിയ സംഭവം നമ്മുടെ നാട്ടിലുണ്ട്.
ഇതൊക്കെ ആരാ പഠിപ്പിക്കുന്നത്? ഈ ശയാത്തീനിന്റെ വക്താക്കൾ ദീനിനെ ബിദ്അത്തുകൾ കൊണ്ട് കുത്തി നിറച്ച് തീറ്റക്കാരായി ജനങ്ങളുടെ സമ്പത്തിനെയും ഈമാനിനെയും നശിപ്പിക്കുന്നത്. ശ്രദ്ധിച്ചോളി, നമ്മൾ ഇതിൽ വീഴാതിരിക്കുക. ഒരു നിലപാട് കൃത്യമായിട്ട് എന്റെ വീട്ടിൽ കൃത്യമായി മക്കളോടും ഭാര്യനോടും പറയണം, ഞാൻ മരിച്ചാൽ ഇമാതിരി മാമൂലൊന്നും ദയവീ നിങ്ങൾ നടത്തരുത്. ഇപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കണം, മഹല്ലുകാരെ അറിയിക്കണം, ഞാൻ മരിച്ചാൽ ഇത്തരം സംഭവങ്ങൾ ഇവിടെ നടത്തരുത്. കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പറയാൻ വോയിസ് ഉണ്ട്. ഒരു അത്തരത്തിലൊരു സുന്നി മഹലിൽ ഒരു മറവ് ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ടായി. മറവ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഉസ്താദ് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ്, അപ്പോൾ ഇമാമ നിൽക്കാൻ വേണ്ടി എന്നോട് പറയാൻ കയറിക്കാൻ പറഞ്ഞതാണ്. ഞാൻ എൻ്റെ ബന്ധുവാണ്. കയറി നിൽക്കുന്ന സമയത്ത് അവരുടെ ആ കുടുംബങ്ങളൊക്കെ പറഞ്ഞു, ഈ കാര്യം ഒന്ന് പ്രത്യേകം പറയണം. എന്ത്? ഇവിടെ ഖബറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബിദ്അത്തായ അനാചാരം, തസ്ബീത്തല്ലാത്ത മറ്റു അനാചാരങ്ങൾ ഒന്നും നടത്തരുത് എന്ന് മയ്യിത്ത് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് മൈക്കിലാണ് അനൗൺസ് ചെയ്തു. ഉസ്താദ് ആ വൈക്കണ് വന്നില്ല. ചിലത് പറയണമെന്നാ ഞാൻ പറഞ്ഞത്, ചിലത് പറഞ്ഞാൽ തീരുമാനമാകും. മയ്യിത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ. സാധാരണ മൂപ്പരെന്തി ഒരുങ്ങി അങ്ങോട്ട് വരും, ഒരു തലക്കെട്ടൊക്കെ കെട്ടിയിട്ട് മരിച്ചാൽ അവിടെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് അവിടെ ഇരുന്നിട്ട് പിന്നെ എല്ലാവരും പോകാൻ നേരത്തെ കൊല്ലുമൻ. ഇപ്പൊ മരിച്ചതിന് ശേഷം പറയണേ എല്ലാവരും നശിക്കും, എല്ലാവരും മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആരെ ഉപദേശിക്കുന്നത്? അപ്പൊ ഈ കാര്യങ്ങൾ വേണ്ട. അങ്ങനെ വീട്ടിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാവണമെന്നാ പറഞ്ഞത്. ബിദ്അത്തായ മരിച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ഭാര്യമാരോട് പെൺകുട്ടിയോട് പറയണം. ഏറ്റവും ശപിക്കപ്പെട്ടവരായി പറഞ്ഞത് നായിഹാത്ത്, നെഞ്ചത്തടിച്ച് വസ്ത്രം വലിച്ചു കീറി എനിക്ക് ആരാണുള്ളത്, എനിക്ക് ഞാൻ എന്താ ചെയ്യാൻ പറ്റിയാന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന പെണ്ണുണ്ട് വീട്ടിൽ. നമുക്ക് അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പറയണം, വീട്ടിൽ കരച്ചിലൊക്കെ ഉണ്ടാവും, കണ്ണീര് വരും, അത് സ്വാഭാവികമാണ്. അത് ശബ്ദകോലാഹലങ്ങളാവരുത്, നെഞ്ചത്തടിക്കുന്ന പ്രകൃതമാകരുത്, വസ്ത്രം കീറുന്നവരായി മാറരുത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എത്ര പറഞ്ഞാലും ആ സമയത്ത് ഒരു വികാരം ഉണ്ടാവും ആൾക്കാർക്ക്. ഇത് പഠിപ്പിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഒരു ഖബറിനകത്ത് ഒരു മനുഷ്യനങ്ങ് കടന്നു കഴിഞ്ഞാൽ, കാലങ്ങൾ കഴിഞ്ഞാൽ, അവിടെ കാഹളത്തിൽ ഓതിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്തേക്ക് വരും. ഹദീസിൽ പറഞ്ഞ വാക്ക്, ചീരച്ചെടികൾ മഴ പെയ്താൽ മുളച്ചു പൊന്തുന്ന പോലെ മനുഷ്യന്മാർ ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരും. അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ. ഖബറിനകത്തുള്ളത് ആരാണെങ്കിലും പുറത്തു വരും. നെഞ്ചകത്ത് ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളുടെ ഗോഡൌണുകൾ തുറക്കപ്പെടും. എല്ലാ കാര്യങ്ങളും പിന്നീട് അവിടെ നിന്ന് തീരുമാനമാക്കപ്പെടും. മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടും. എല്ലാ മനുഷ്യർ ആദം നബി മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ അവിടെ എഴുന്നേറ്റ് നിൽക്കും. അള്ളാന്റെ മഹ്ശറിന്റെ കോടതിയിൽ സൂര്യൻ ഒരു ചാണ് ഉയരത്തിലായി ഇങ്ങനെ ജ്വലിച്ചു നിൽക്കും. പാപികളായ മനുഷ്യർ വിയർപ്പിലായി മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന രംഗമുണ്ടാകും. ഓരോ അമ്പിയാക്കന്മാര് വരെ പേടിച്ചിരിക്കുന്ന രംഗമായിരിക്കും. അള്ളാഹുവിന്റെ ആ മഹ്ശറിനെ കുറിച്ച് പഠിച്ചു നോക്ക്. വയൗമ നഹ്ശുറുഹും ജമീആ, എല്ലാവരെയും മഹ്ശറിൽ അല്ലാഹ് ഒരുമിച്ച് കൂട്ടും. ഇതിലൊക്കെ സംശയിച്ച് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കുറെ ആൾക്കാർ എക്സ് മുസ്ലിംസ് ആണെന്നാണ് പോയിട്ടുണ്ട്, ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. കുറെ ആൾക്കാർ ഇപ്പോൾ ഇതിന്റെ ഉള്ളിലുണ്ട്. ഓല ഉള്ളിൽ ഇപ്പോഴും അങ്ങനെയൊക്കെ പരലോകമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ? അങ്ങനെയൊക്കെ ഇല്ലേ? ഇത് വിശ്വസിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരോട് 2-3 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. നമ്മളെ മക്കളിലൊക്കെ സംശയം ചോദിക്കുന്നവരുണ്ടെങ്കിൽ, ഒന്ന്, അല്ലാഹു തആല പറഞ്ഞതാണ്, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഉണ്ടാകൂന്ന് പറയാൻ അല്ലാഹുക്ക് കുൻ എന്ന വാക്ക് മതി, അതുണ്ടായിരിക്കും. അല്ലദീ ജഅല ലക്കും മിനശ് ശജരിൽ അഹ്വരി നാറ. ഞാൻ പറഞ്ഞില്ലേ സൂറത്ത് യാസീൻ പഠിച്ചാൽ മതിയെന്ന്. പച്ച വിറകിൽ നിന്ന് തീയുണ്ടാക്കിയവനാണ് അവൻ. അവൻക്ക് ഇങ്ങനെ രണ്ടാമതൊന്ന് പടക്കുക എന്നുള്ളത് ഒരു വലിയ പാടില്ലാത്തത്. 3, എല്ലാ രാത്രിയിലും കടന്നുറങ്ങി രാവിലെ നിങ്ങൾ നീക്കണില്ലേ? രാത്രി നിങ്ങൾ മരണത്തിലായിരുന്നു, രാവിലെ നിങ്ങൾ എണീറ്റത് മരണത്തിൽ നിന്ന് എണീറ്റ പോലെയാണ്. ഇത് നമ്മളെ പഠിപ്പിക്കുക. രാവിലെ എന്താ പ്രാർത്ഥിച്ചത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. മരിപ്പിച്ചതിന് ശേഷം ഞങ്ങളെ ജീവിപ്പിച്ചവനെ നിനക്ക് സ്തുതി. ഇനിയൊന്നും വേണ്ട. മഴ പെയ്താൽ ഒരു ചെടിയില്ലാത്ത പ്രദേശത്ത് പച്ച വള്ളികൾ ഇങ്ങനെ തിമിർത്ത് കിടക്കുന്ന രംഗം കാണാൻ സാധിക്കും. എന്ന പോലെ നമ്മുടെ ഖബറിനകത്തുനിന്ന് അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് പടച്ചോൻ നമ്മളെ രണ്ടാമത് കൊണ്ടുവരപ്പെടും. ലാ റൈബ ഫീ വഅന്നൽ യൗമൽ ഖിയാമത്തി തുബഅസൂൻ. ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഖിയാമത്ത് നാളിനെ പറ്റി പറഞ്ഞത് വഅന്നസ്സാഅത ആതിയത്തുൽ ലാ റൈബ ഫീഹാ. ഖിയാമത്ത് നാൾ സംഭവിക്കും, വരും, അതിൽ സംശയമേ വേണ്ടതില്ല. അങ്ങനെ ശങ്കിച്ചിക്കണ്ട, അത് വരും.
ഇന്ന് മഹ്ശറിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടും, നരകം വലിച്ചു കൊണ്ടുവരും. മലക്കുകളും റബ്ബുമൊക്കെ ഇങ്ങനെ വരും. മലക്കുകളൊക്കെ സഫ് സഫായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കും. നരകം വലിച്ചു കൊണ്ടുവരപ്പെടുമ്പോ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചു നോക്കും, അവൻ ഒരുപാട് ആലോചിക്കും, നന്നായാ മതിയായിരുന്നു എന്നൊക്കെ. അള്ളാഹ് പറയാണ് ഇനി ആലോചിച്ചിട്ട് എന്ത് കാര്യമാ ഉള്ളത്? ഇനിയിപ്പോ എന്താ ആലോചിച്ചത്? അപ്പോഴാണ് അവൻ പറയാ, നല്ലപോലെ നിസ്കരിച്ചാൽ മതി കേട്ടോ, ഖുർആൻ ഒരു ഖതമൊക്കെ വേഗം ഓതായിരുന്നു കേട്ടോ, നോമ്പൊക്കെ ഒന്നുകൂടി ഉഷാറാക്കായിരുന്നു കേട്ടോ, സ്വതക്ക നല്ല കൊടുക്കായിരുന്നു കേട്ടോ, അല്ലെ? യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ്. നല്ലപോലെ പ്രവർത്തിച്ചാൽ മതിയായിരുന്നു. എത്രയെത്ര നമ്മളെ ചിന്തിപ്പിക്കുന്ന എത്രയെത്ര മെസ്സേജുകൾ നമ്മുടെ മുമ്പിൽ വന്നു. നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ, നമ്മളെ പരലോകത്തെ ഓർമ്മപ്പെടുത്തുന്ന എത്ര സന്ദേശങ്ങൾ നമ്മൾ കേട്ടു. എന്താ നമ്മൾ നരകത്തിൽ പെടുന്ന ആളുകൾ പറയുന്നുണ്ട്, വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ, കേട്ടിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നരകത്തിന്റെ വിറകായി മാറൂലായിരുന്നു. ഇൻഷാ അല്ലാഹ് സ്വർഗത്തിന്റെ നരകത്തിന്റെ വിഷയങ്ങളിലേക്ക് ശരീഫ്കാർ ഉസ്താദ് സംസാരിക്കും. ഞാൻ അവസാനിപ്പിക്കാം. മനുഷ്യർ ഈ പരലോകത്ത് മഹ്ശറിൽ ചെരുപ്പില്ലാതെ, വസ്ത്രമില്ലാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി ആ മഹ്ശറിൽ അവർ ഒരുപാട് കാലങ്ങൾ തള്ളി നീക്കും. ഒന്ന് വിചാരണക്ക് വെക്കാൻ വേണ്ടി, ശഫാഅത്തിന് വേണ്ടി പ്രവാചകന്മാരോട് എന്ന് ചോദിക്കും. പ്രവാചകന്മാർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറും പേടിച്ചിട്ട്. അവർ അവരുടെ കാര്യം തന്നെ ആലോചിച്ച് ബേജാറിലാണ്. അവസാനം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാലം സുജൂദിൽ കിടന്നിട്ട് അവസാനം അല്ലാഹു തആല സംസാരിക്കാൻ അനുവാദം കൊടുക്കുമ്പോഴല്ലാതൊരു മനുഷ്യനും മിണ്ടാൻ പറ്റൂല. ചോദിക്ക് പ്രവാചകരെ, തൊഴുത്താ നിങ്ങൾക്ക് നൽകും. അപ്പോഴാണ് എന്റെ ഉമ്മത്തിനെ ഒന്ന് വിചാരണ ചെയ്യണം. നമ്മളാണ് ദുനിയാവിലെ അവസാനത്തെ സംഘങ്ങൾ. ഖിയാമത്ത് നാളിൽ ആദ്യം തീരുമാനമാക്കപ്പെടുന്നത് നമ്മളെയാണ്. അതിന്റെ നബിന്റെ ഉമ്മത്തിനല്ല, നൂഹ് നബിന്റെ ഉമ്മത്തിനല്ല. അതൊക്കെ ഫസ്റ്റത്തെ വിചാരണ ഞമ്മക്കുള്ളതാണ്. ആദ്യമായി വിചാരണക്ക് വെക്കുന്ന ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി പരിശോധിക്കപ്പെടുന്ന കർമ്മം നിസ്കാരത്തിന്റെ കാര്യമാണ്. ശ്രദ്ധിച്ചോളൂ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമുക്ക് എത്രമാത്രം അശ്രദ്ധ സംഭവിക്കുന്നുണ്ടോ. ചിലർ നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ നമസ്കാരത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ചിലർ നമസ്കരിക്കുന്നുണ്ട്, ജമാഅത്ത് അവർ പാലിക്കാറില്ല. ചിലർ നമസ്കരിക്കാറുണ്ട്, സമയം പാലിക്കാറില്ല. എപ്പോഴാണ് സൗകര്യം അപ്പോൾ നമസ്കരിക്കും. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെയോ ആണുങ്ങൾ പുരുഷന്മാരെ, നമ്മൾ നിസ്കരിക്കേണ്ടത് പള്ളിയിലാണ്. നമ്മൾ നമസ്കരിക്കേണ്ടത് ജമാഅത്തായിട്ടാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഭാര്യമാര് തള്ളി പറഞ്ഞയക്കണം, ഭർത്താക്കന്മാരെ ആട്ടി വിടണം അവിടുന്ന്. അതിനാണ് നിങ്ങൾ ശരിക്കും ചൊറയേണ്ട സമയം അപ്പോഴാണ്. നിസ്കാരത്തിന്റെ കാര്യം തള്ളി അങ്ങോട്ട് വിടണം. മൂപ്പര് നിസ്കാരത്തിന്റെ സമയത്ത് വീട്ടിൽ ഇരിക്കാൻ അയക്കരുത്, ഉറങ്ങാൻ അയക്കരുത്. തിരിച്ച് പുരുഷന്മാര് ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ അങ്ങാടി കൂടെ വെറുതെ കടന്ന് വിലസണ്ട, വേഗം വീട്ടിൽ പോകുക. അടുത്ത പണി ഭാര്യയ്ക്ക് തിരിച്ചു കൊടുക്കണം. നിസ്കരിച്ചോ? ചോദ്യം. അപ്പോൾ എന്തായാലും പറയും, അല്ല ഞാൻ ഇപ്പൊ തിരുമ്പലും പുള്ളി കുറെ പണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് നടക്കൂല മോളെ. നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി കാര്യം റെഡി ആയിക്കോ. ഇല്ലെങ്കിൽ അവിടെ യുദ്ധം നടക്കണേ, കുറച്ച് ദിവസം യുദ്ധം നടക്കും. ഇതിനിവിടെ നമ്മുടെ വീട്ടിൽ ആർക്കും പരാതിയില്ലല്ലോ. ആർക്കെങ്കിലും എവിടെയെങ്കിലും സംസാരം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. നമസ്കാരത്തിന്റെ വിഷയത്തിലെ മക്കളെ നമ്മൾ എന്തിൻ്റെയൊക്കെ പേരിൽ അടിച്ചു, കൊല്ലിക്ക് പിടിച്ച് നമ്മൾ പേട കയറ്റി മടക്കാനെടുത്ത് അടിച്ചു. നമ്മള് എന്തിനൊക്കെ? ചളിയാക്കിയതിന്, പന്ത് കളിക്കാൻ പോയപ്പോ വീണതിന്, ചോറയിക്കാത്തതിന്, TV കണ്ടതിന്, ഫോൺ കണ്ടതിന്. 10 വയസ്സായിട്ടും നമസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾ അവരെ അടിക്കാമെന്ന്. 10 വയസ്സ് കഴിഞ്ഞിട്ട് അടിക്കാന്ന് പറഞ്ഞ കാര്യം എന്താ അറിയോ? നിസ്കാരത്തിന്റെ കാര്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞിട്ട് തൊട്ടടുത്ത് ആ ഹദീസിൽ തന്നെ കാണാൻ സാധിക്കും, 10 വയസ്സായിട്ട് നമസ്കരിക്കാത്തവരെ അടിച്ചിട്ടാണെങ്കിലും ആ ശീലം അവരിലേക്ക് വരണം.
10 വയസ്സു കഴിഞ്ഞ ആൺകുട്ടികളെ പെൺകുട്ടികളെ നിങ്ങൾ കിടപ്പറകളിൽ നിന്ന് അവരുടെ മാറ്റിക്കടത്തിൽ നടക്കണം. ഒരുമിച്ച് കടത്തരുത്. വീട്ടിനകത്ത് പാലിക്കേണ്ട മര്യാദകൾ എത്ര പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ദുരന്തം ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുമ്പോണ്ടാവുന്ന ദുരന്തങ്ങൾ ഇന്ന് പുതിയ കാലഘട്ടം അനുഭവിച്ചു. ഇത് കഴിഞ്ഞ മഹ്ശറിൽ അല്ലാഹു തആലന്റെ കോടതിയിൽ വലിയ ഒരു വിചാരണ നേരിടാണ്. ഹിസാബ് എന്ന് അറബി പറയും. ഹിസാബ് ഉണ്ട്. അള്ളാഹുവിന്റെ വിചാരണ ഓരോരുത്തരും നേരിടാൻ ആർക്കും കഴിവില്ല. എല്ലാവരെയും വിചാരണക്ക് വെക്കുന്ന ഒരു ദിവസം. അതിന്റെ മുമ്പ് അവന്റെ കർമ്മരേഖാ പുസ്തകം കയ്യിൽ കിട്ടും. അപ്പൊ തുടങ്ങും നമ്മളെ കാര്യങ്ങള്. ആരുടെയെങ്കിലും വലത് കൈയിലാണോ അവന്റെ കർമ്മരേഖാ പുസ്തകം കിട്ടുന്നതെങ്കിൽ, ഖുർആനാ പറയണത്, അവൻ ലളിതമായ എളുപ്പമുള്ള വിചാരണയായിരിക്കും. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ, സന്തോഷത്തോടെ അവനവന്റെ കുടുംബത്തിലേക്ക് മടങ്ങും. ഭയങ്കര ഹാപ്പി. ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നവൻ മുതുകിലൂടെ പുറകിലൂടെ ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കപ്പെട്ടാൽ നാശമേ നാശമേ എന്നവൻ വിളിച്ചു പറയും. ഒരു സന്തോഷമില്ല, വെന്തിരിയുന്ന നരകത്തിലേക്ക് ആ മനുഷ്യനെ മാറ്റുന്നതാണ്. അവരോട് ചോദിക്കാണ്, എന്താ നിങ്ങൾ ഇങ്ങനെ നരകത്തിൽ ഇങ്ങനെ വിചാരണയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഇത്ര വലിയ അടങ്ങർ വരാനുള്ള കാരണം എന്താ? ഒരു കാരണം പറയാണ്. നിങ്ങൾ എന്റെ പുസ്തകം തുറന്നു നോക്കൊന്ന് വായിച്ചു നോക്ക്. വലത് കൈയിൽ കിട്ടിയ ആള് ഭയങ്കര സന്തോഷത്തിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവൻ പറയും, എത്രേ, ഞാൻ ഒരു വിചാരണ പരലോകത്തുണ്ട് എന്ന ബോധത്തോടെ ഞാൻ ജീവിച്ചവനായിരുന്നു. ആ ബോധത്തിൽ ജീവിച്ച 5 ഉറുപ്പിക ഒരാളെ പറ്റിക്കൂല, ഒരാളോട് കളവ് പറഞ്ഞ് സമ്പാദിക്കൂല, പലിശക്ക് പോകൂല, തോന്നിവാസങ്ങളിൽ പോകില്ല. അന്ന് നമ്മളെ നാട്ടിൽ 3 കാര്യങ്ങൾ സർവ്വവ്യാപിയായി കൊണ്ടിരിക്കുകയാണ്. ഒന്ന് പലിശ. നിങ്ങൾ ഏത് പ്രസ്ഥാനക്കാരനെ എടുത്ത് നോക്കിക്കോളി, ഉള്ളിന്റെ ഉള്ളിൽ എവിടെങ്കിലും സൈഡിൽ കൂടെ പോയിട്ട് തോണ്ടിയിട്ടുണ്ടാവും. മൊബൈൽ ഫോൺ EMI-ല്, വീട്ടിൽ കിടക്കുന്ന ഫർണിച്ചർ വരെ ലോണില്, വീട് ലോണില്, കല്യാണങ്ങൾ ലോണില്. ഞാൻ പറഞ്ഞില്ലേ, മരണച്ചടങ്ങുകൾ വരെ പലിശക്ക് പൈസ എടുത്തിട്ട് നടത്തുന്ന ആൾക്കാരുണ്ട്. സ്ത്രീകളൊക്കെ ഭർത്താവ് അറിയാതെ കുറെ കേസിലുണ്ട്. 5000-നും 2000-നും പൗഡർ അടിക്കാൻ വേണ്ടിയിട്ട്, വേറെന്തെങ്കിലും ക്രീം അടിക്കാൻ വേണ്ടിയിട്ട് മാപ്പിളറിയാത്ത പലിശ ഇടപാടുകൾ നടത്തുന്ന സ്ത്രീകൾ വരെ ഉണ്ട്. നമുക്ക് എത്രയോ പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ വയത് പറയണമെന്ന് അറിഞ്ഞിട്ട്. നല്ലോണം ആലോചിക്കും. നമ്മുടെ നാട്ടിൽ ഇന്ന് നോർമലായി മാറി 2 അവിഹിതങ്ങൾ, ആൺ സുഹൃത്ത് പെൺ സുഹൃത്ത്. ആമുഖൻ കാമുകില്ല, ആൺ സുഹൃത്ത് പെൺ സുഹൃത്ത്. ഓരോരുത്തർ അവിടെയും ഇവിടെയും പോയി ഓരോ പ്രശ്നത്തിൽപ്പെട്ട് ബാക്കിൽ വരുമ്പോൾ അത് പെൺ സുഹൃത്തിന്റെ കൂടെയായിരുന്നു. അവരെ കാണാനില്ലാതായി ആൺ സുഹൃത്തിനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉറപ്പാണ് എന്റെ ബാക്കിൽ ആളുണ്ടാവും. ഇതെല്ലാം ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുക. 3 മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് റമദാനായിട്ട് നമുക്ക് ഇന്ന് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടോ? ഈ മാരകമായ കാതടപ്പിക്കുന്ന DJ പാർട്ടികൾ അല്ലേ? നമ്മുടെ മക്കളൊക്കെ അഡിക്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുക. ഫോൺ ചെവിയിൽ ഹെഡ്സെറ്റ് അങ്ങോട്ട് വെച്ചിട്ട് അലക്കിക്കൊണ്ടിരിക്കുക. പടക്കം പൊട്ടിയാൽ ചോദിക്കും, എന്താ അവിടെ ഒരു പുകാന്നേ ചോദിക്കുള്ളൂ. ആ നിലക്ക് മനുഷ്യന്മാർ ഇങ്ങോട്ട് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ഫോണിലും മറ്റും വെറും ഇങ്ങനെ എത്ര മ്യൂസിക്കൽ ആസ്വാദനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നബിതങ്ങൾ എന്താ പറഞ്ഞു? ഖിയാമത്ത് നാളാകുമ്പോൾ ഒരു കൗമ് വരും, അവർ ഇതൊക്കെ ഹലാലാക്കിയാണ് മാറ്റും. ഇപ്പൊ നിക്കാഹിനെ ഖുതുബക്ക് വിളിച്ച പരമാവധി ഒഴിഞ്ഞു മാറലാണ്. ഒന്നുമല്ല, കല്യാണത്തിന് നമ്മൾ നല്ല വേദിയിലൊക്കെ സലാമൊക്കെ പറഞ്ഞ് ബാറക്കല്ലാഹുലൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി നമ്മൾ ചോറയ്ക്കാൻ പോകുമ്പോഴത്തേന് ഇവിടെ കുടുംബക്കാർക്ക് ഒപ്പന ഡാൻസ്, ആര് അമ്മായിമാന്റെ ഡാൻസ് വരെ ഇവിടെ സ്റ്റേജുമേ ആകെ കൊടുന്ന് കളിച്ച് ഒരേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുതിയ ഡാൻസ് പാട്ടൊക്കെ ഇട്ട് തുമ്പി കളിക്കുക. എന്താ കല്യാണല്ലേ, എന്താ കല്യാണല്ലേ എന്ന് ചോദിക്കണ്. എന്നാ പിന്നെ നമ്മളിതിന് വിളിക്കേണ്ടിയിരുന്നില്ല. വിളിക്കുമ്പോ ഭയങ്കര പ്രസ്ഥാനിക ബന്ധം പറയാ, എത്തിയ ഒരു ബന്ധം ഉണ്ടാവൂല, നാണം കെട്ട് പോരാണ്. ഇപ്പൊ ആദ്യം വിളിച്ച് ചോദിക്കും നമ്മള്, ആണ് വല്ല ദുർബലം ഉണ്ടോ? എന്നാ പിന്നെ നമ്മൾ ഈ വെറുതെ 2 മണിക്കൂർ, ആകെ 2 മണിക്കൂർ ഓടിയിട്ട് 20 മിനിറ്റാ കുത്തു പറയാൻ പറ്റും. 5 മിനിറ്റ് വൈകിയ അതിന് പരാതിയാണ്. എന്നിട്ട് നടക്കുന്ന പേക്കൂത്തുകളോ പിന്നെ വലിയ എന്തൊക്കെ തോന്നിവാസങ്ങളോ കല്യാണത്തിന്റെ പേരും ആണും പെണ്ണും ഇങ്ങനെ പല കുടുംബക്കാരെ കൈ കൊണ്ടേ കൊടുക്കണോ, ഒരുമിച്ച് ഫോട്ടോ എടുക്കണോ, മഹറമാണെന്നോ മഹറമല്ലാന്നോ ഒരു പ്രശ്നമില്ല. കല്യാണാണോ എല്ലാം ജായിസായി.
നമ്മൾ ചിന്തിക്കുക, ഞാൻ ഇങ്ങനെ ഒരു വിചാരണ ഉണ്ട് എന്നുള്ള ബോധത്തിൽ ജീവിച്ചവനായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. മറ്റും പറയാം, ഇടത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കപ്പെട്ടവൻ ഫയഖൂൽ, അവൻ പറയുന്നുണ്ട്, യാ ലൈതനീ ലമ്മൂത കിതാബിയ, എനിക്ക് ഈ കിതാബ് കിട്ടാതിരുന്നാൽ മതിയായിരുന്നു. കാരണം വലം അദ്രി മാ ഹിസാബിയ, ഇങ്ങനെ ഒരു വിചാരണ വരുമെന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കുറെ വയതാളൊക്കെ കേട്ടു, പക്ഷെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചു. വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, ഇപ്പോൾ എന്റെ എല്ലാ അവസരങ്ങളും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മാ അഗ്നാ അന്നീ മാലിയ, എനിക്ക് എന്റെ പണം ഉപകരിക്കുന്നില്ല റബ്ബേ. കുറെ പൈസ ഉണ്ടായിരുന്നു, കോടികൾ ആസ്തി ഉണ്ടാക്കിയിരുന്നു, അതൊന്നും എനിക്ക് ഫലം ചെയ്തില്ല. ഹലക അന്നീ സുൽത്താനിയ, എനിക്ക് അധികാരങ്ങൾ ഉണ്ടായിരുന്നു, നല്ല പിടിപാടുണ്ടായിരുന്നു, നേതാക്കന്മാര്, രാഷ്ട്രീയക്കാര്, MLA, MP, പലതും എനിക്ക് നല്ല ബന്ധമായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോ ഹലക അന്നീ സുൽത്താനിയ, എന്റെ എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെട്ടു പോയല്ലോ. ഒരു നരകത്തിലേക്ക് അവനെ വലിച്ചെറിയപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഈ രംഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംശയമില്ലാതെ വരാനിരിക്കുന്ന ദിവസങ്ങൾ. ബാക്കി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മളെ ബാധിച്ചോളന്നില്ല. ഇത് സംഭവിക്കാത്ത, ബാധിക്കാത്തവർ ആരാ ഉള്ളത് പരലോകത്ത്? ആർക്കാ ഒഴിവുള്ളത്? യാ ഫാത്തിമ, പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവിനെ വിളിച്ച് തങ്ങൾ കുടുംബത്തിലെ നേതാവ്, തങ്ങൾ കുടുംബത്തിലെ പ്രിയപ്പെട്ട മഹദിയോട് പറയാണ്, യാ ഫാത്തിമ, മോളെ ഫാത്തിമ, ദുനിയാവ് ചോദിച്ചാൽ എന്തു വേണമെങ്കിലും തരാമായിരുന്നു. അൻകിദീ നഫ്സകി മിനന്നാർ, നാളെ നരകത്തിൽ നിന്ന് നീ നിന്റെ തടിയെ കാത്തോളണം, രക്ഷിക്കണം. അപ്പോ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ എനിക്കാവില്ല, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണം എന്ന കൗലാണ് ആ സൂചനകൾ നമുക്ക് നൽകുന്നത് എന്നർത്ഥം. ഇവിടെയാണ് ഒരു മനുഷ്യൻ അവന്റെ മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ, അവന്റെ ഖബറിനെ കുറിച്ചുള്ള ആലോചനകൾ, അവന്റെ പരലോക രക്തം എന്ന മഹ്ശറിനെ കുറിച്ച് അവന്റെ വിചാരണ, എന്റെ അവസ്ഥ എന്തായിരിക്കും, സ്വന്തത്തെക്കുറിച്ച് ഓരോരുത്തരും മരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരു നന്മയും ചെറുതല്ല. നീ ഒരു ചെറിയ അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അതിന്റെ കൂലി നിനക്ക് കിട്ടും, നീ നന്മ വിചാരിച്ചത് പ്രവർത്തിച്ചാൽ. ഒരു അണുമണിത്തൂക്കം തിന്മ സംഭവിച്ചാൽ അതിനുള്ളതും നിനക്ക് കിട്ടും. അതിനാണ് പരലോകം, അത് സംഭവിക്കാനുള്ളതാണ്. അങ്ങനെ ആ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വർഗനരകങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഒരു ലോകം നമ്മളെ കാത്തിരിക്കുന്നു എന്നും, എന്റെ വീട് സ്വർഗമാകുമോ, എന്റെ താമസം നരകമാകുമോ എന്ന് ഈ ദുനിയാവെന്ന് ചിന്തിച്ച് മാറാനും നന്നാവാനും ഈ റമദാൻ പ്രത്യേകിച്ച് മാറ്റത്തിന്റെ ഒരു മാസമാക്കി ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധ്യമാകണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ധാരാളം ഉപകരിക്കുന്ന അറിവ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത്തരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിജ്ഞാന സദസ്സ് ഒരുക്കിയ ഇതിന്റെ പ്രവർത്തകരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങളിലായി മുന്നോട്ട് പോകാൻ, ഈമാനോടെ മരിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.